കോർണക്കി ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാർസലോണയുടെ പിള്ളേർ, ഫ്ലിക്കിന്റെ പിള്ളേർ രാജകീയമായി കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ വലൻസിയനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ബാർസലോണയുടെ വിജയം. കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ നടന്ന കൈപ്പേറിയ 7-1 എന്ന ഓർമ്മകളുമായിട്ടാണ് കോപ്പ ഡെൽ റേ ക്വാർട്ടർ ഫൈനലിൽ ബാർസലോണയുമായി വലൻസിയ വീണ്ടും ഏറ്റുമുട്ടാൻ വന്നത്. എന്തു പറയാം, അതേ ഒരു കൈപ്പേറിയ ഓർമ്മകളുമായിട്ടാണ് വീണ്ടും വലൻസിയക്ക് തിരിച്ചു പോകാൻ സാധിച്ചത്. കാരണം 5-0 എന്ന വ്യക്തമായ എതിരില്ലാത്ത ഗോളുകൾക്കാണ് ബാർസലോണ വലൻസിയയെ തോൽപ്പിച്ചത്. എല്ലാ മേഖലകളിലും മികച്ചു നിന്ന് വേണം ബാർസലോണ പ്ലേയേഴ്സ് എന്ന് പറയാൻ. കാരണം 77% പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് 17 ഷോട്ടുകൾ അടിച്ചുകൊണ്ട് അതിൽ എണ്ണം പറഞ്ഞ 9 ഓൺ ഷോട്ടുകളുടെ അകമ്പടിയോട് കൂടിയായിരുന്നു ബാർസലോണയുടെ പെർഫോമൻസ്. അതിൽ ഫസ്റ്റ് ഹാഫിൽ 4 ഗോളുകളാണ് അവർ അടിച്ചു കൂട്ടിയത്. അതിൽ ഫെറാൻ ടോറസിന്റെ ഹാട്രിക്കും ഉൾപ്പെടും. 3-ാമത്തെ മിനിറ്റിലും 17-ാമത്തെ മിനിറ്റിലും 30-ാമത്തെ മിനിറ്റിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഗോളടി. 23-ാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസിന്റെ വകയായിരുന്നു മറ്റൊരു ഗോൾ. സെക്കൻഡ് ഹാഫ് തുടങ്ങി 59-ാമത്തെ മിനിറ്റിൽ ലാമിൻ യമാലിന്റെ വക മറ്റൊരു ഗോളും പിറന്നു. ഇനി ക്വാർട്ടർ ഫൈനലിൽ വരാനിരിക്കുന്ന റയൽ മാഡ്രിഡ് അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ലെങ്കിൽ റയൽ സോസിദാസ്, ഇവർ 3 പേരിൽ ഏതെങ്കിലും ഒരു വമ്പന്മാരാണ്. ഇന്നലെ നടന്ന അതേ പെർഫോമൻസ് സെമി ഫൈനലിൽ കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ബാർസലോണയുടെ സപ്പോർട്ടേഴ്സ് ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഞായറാഴ്ച ഒരു അഗ്നിപരീക്ഷണം ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ലീഗിൽ അവർ സെവിയയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി പോവുകയാണ്. തങ്ങളുടെ വരും മത്സരങ്ങളൊക്കെ ലീഗിൽ ബാർസലോണയ്ക്ക് അത്ര പ്രാധാന്യമുള്ള മത്സരങ്ങളാണ്. അത് ഇന്നലെ നടന്ന അതേ വീക്ഷണത്തോടെ അവർ നോക്കിക്കാണും എന്ന് തന്നെയാണ് തങ്ങളെ ഫുട്ബോൾ സപ്പോർട്ടേഴ്സിന്റെ ആഗ്രഹവും. അപ്പൊ ഇതേപോലത്തെ പെർഫോമൻസ് ഇനി ഈ വരുന്ന ഞായറാഴ്ചയും നമുക്ക് പ്രതീക്ഷിക്കാം എന്ന പ്രത്യാശയോടെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. നമസ്കാരം.